നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹൃദയാഘാതവും കുഴഞ്ഞു വീണുള്ള മരണവും ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ പലപ്പോഴും പകച്ചു നിൽക്കുകയല്ലാതെ എന്താണ് ഉടൻ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ CPRനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് CPR? എങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാം? ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മറിയം ജേക്കബാണ്. മെഡിക്കൽ കോളേജ് RMOയും അനസ്തേഷ്യോളജിസ്റ്റുമാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ എന്താണ് ഉടൻ ചെയ്യേണ്ടത്? ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ അതിന് വിറ്റ്നസ് ചെയ്തു എന്നാണ് അർത്ഥം. അത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സീൻ സേഫ്റ്റിയാണ്. അതായത് സീൻ സേഫായ ഒരു സ്ഥലത്തേക്ക് ആളെ മാറ്റുക. ഇപ്പം റോഡിൻ്റെ നടുക്കാണ് കുഴഞ്ഞു വീഴുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ അവരെ റോഡിൻ്റെ ആ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കിൽ നിന്ന് മാറ്റുക എന്ന് ചെയ്യേണ്ടത്. സ്റ്റെയർ കേസിലാണ് വീണ് കിടക്കുന്നതെങ്കിൽ അവരെ ആ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് മാറ്റി സൈഡിലോട്ട് മാറ്റി കിടത്തുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആളെ തട്ടി നോക്കണം, ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഹെൽപ്പിന് വിളിക്കണം. കോൾ ഫോർ ഹെൽപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ആളുകളെ അത് അവെയർ ആക്കുക ആണ് ചെയ്യേണ്ടത്. മറ്റുള്ള ആളുകളെ സഹായത്തിന് വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടൻ തന്നെ കോൾ ഫോർ ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മളിപ്പം പേഷ്യൻ്റ് കാർഡിയക് അറസ്റ്റിലാണ്, അതായത് ഹൃദയം ചലനം നിന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് തന്നെ നിന്നുകൊണ്ട് CPR കൊടുത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല. CPR എന്ന് പറയുന്ന വളരെ വ്യായാമം നിറഞ്ഞ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ആളും നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആളും പെട്ടെന്ന് തന്നെ കുഴയും. അതുകൊണ്ട് തന്നെ നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ സീൻ സേഫ്റ്റി കഴിഞ്ഞ് നമ്മളൊരു പേഷ്യൻറ്റിനെ നിന്ന് റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റെസ്പോൺസ് നമ്മൾ നല്ല ദൃഢമായിട്ട് തന്നെ രോഗിയെ രണ്ട് തോളുകളിലും തട്ടി തന്നെ വിളിക്കണം. ഹലോ ഹലോ എന്ന് വിളിച്ച ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വിളിച്ച എന്തോ ഉണ്ടെന്ന് വിളിച്ച ആളുടെ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നമ്മൾ റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൾ ഫോർ ഹെൽപ്പ് ചെയ്യുക. റെസ്പോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് വേഴ്സ് ആവുന്നുണ്ടോ നോക്കുക. എന്നാലും ആളുകളെ മറ്റുള്ളവരോട് സഹായത്തിന് വരാൻ പറയുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പം പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആയെന്നിരിക്കും. അപ്പോൾ നമ്മൾ അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. സീൻ സേഫ്റ്റി കഴിഞ്ഞു, റെസ്പോൺസ് നോക്കുന്നു, അതിനുശേഷം ഹെൽപ്പിന് വിളിക്കുന്നു. ഹെൽപ്പിന് വിളിച്ചതിന് ശേഷമാണ് നമ്മൾ പൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. പൾസ് നോക്കേണ്ടത് യൂഷ്വലി മേജർ ബ്ലഡ് വെസൽസിലാണ് നമ്മൾ പൾസ് നോക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പലതവണ സിനിമകളിലും കണ്ടിട്ടുണ്ടാവാം, കയ്യിലെ പൾസാണ് യൂഷ്വലി നോക്കുന്നത്. പക്ഷെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കയ്യിലെ പൾസ് ചിലർക്ക് വളരെ ഫീബിളായിരിക്കാം. മാത്രമല്ല അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് പൾസ് നോക്കുന്നത് നമ്മൾ എപ്പോഴും മേജർ ബ്ലഡ് വെസൽസിലാണ് നോക്കുന്നത്. അത് കഴുത്തിലെ ബ്ലഡ് വെസലിലാണ് നമ്മൾ പൾസ് നോക്കുന്നത്. പൾസ് നോക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കഴുത്തിൻ്റെ ചെവിയുടെ അവിടെ നിന്ന് നമ്മുടെ കോളർ ബോണിൻ്റെ അവിടെ വരെ ഒരു മസിലുണ്ട്. ആ മസിലിൻ്റെ പകുതി വെച്ച് വേണം നമ്മുടെ പൾസ് ഫീൽ ചെയ്ത് നോക്കാൻ വേണ്ടി. അതൊരു മേജർ ബ്ലഡ് വെസൽ അതുവഴി പോകുന്ന കെരോട്ടിഡ് ആർട്ടറി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തൊട്ട് നോക്കുക വേണ്ടത്. അപ്പോൾ 3 വിരലുകൾ വെച്ച് നമ്മൾ തൊട്ട് നോക്കുക, നമുക്ക് ഈ പൾസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് അതിൻ്റെ സൈമിൾട്ടേനിയസ്ലി നമ്മൾ പൾസ് നോക്കുന്നതിൻ്റെ സൈമിൾട്ടേനിയസ്ലി നമ്മൾ രോഗിക്ക് ശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അത് ചെവി വെച്ച് ശ്രവണം നമുക്ക് കേട്ട് നോക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ചരിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ മുഖത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ വെച്ച് നമ്മുടെ ചെവി വെച്ച് ആളുടെ മുഖത്തിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുകയും ചെയ്യാം, നമ്മളുടെ മുഖത്ത് ആളുടെ ബ്രെത്ത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല നമ്മൾ ഇങ്ങനെ ചരിഞ്ഞു നോക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം കാണുകയും ചെയ്യാം. അത് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്കറിയാം മനുഷ്യർക്ക് 5 സെൻസസ് ആണുള്ളതെന്ന്. ഇത് നമ്മൾ 3 സെൻസസ് വെച്ച് സൈമിൾട്ടേനിയസ്ലി നമ്മൾ നോക്കുവാണ് പേഷ്യൻറ്റിന് ശ്വാസമുണ്ടോ ഇല്ലയോ എന്ന്. ഏതെങ്കിലും ഒരു സെൻസ് വെച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശ്വാസമെങ്കിൽ പേഷ്യൻറ്റിന് ശ്വാസം ഉണ്ടെന്ന അർത്ഥം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യൻറ്റിന് ശ്വാസമുണ്ട്, പേഷ്യൻറ്റിന് പൾസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? രോഗിയെ നമ്മൾ റിക്കവറി പൊസിഷൻ എന്ന് പറഞ്ഞൊരു പൊസിഷനിലോട്ട് ചരിച്ച് ഇടണം. ചരിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇടത്തോട്ടാണ് ചരിച്ചിടുന്നെങ്കിൽ വലത്തെ കൈ
തലയുടെ അടിയിൽ വെച്ച് തല കുറച്ച് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ കാല്, അതായത് വലത്തെ കാല് മടക്കി മുന്നോട്ട് വെക്കുക. അപ്പം രോഗിയുടെ ദേഹം ഒരു പകുതി വഴിക്ക് ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രോഗി ഒരു കാരണവശാലും തിരിച്ച് നേരെ ആവരുത്. കിടക്കുന്ന സ്ഥലത്തു നിന്ന് നേരത്തെ മലന്ന് കിടന്നിരുന്ന പോലെ ആവരുത്. രോഗി ഈ ഒരു പോസ്ചറിലാണ് ഏറ്റവും കൂടുതൽ ശ്വാസം നമുക്ക് ലങ്സിലോട്ട് കയറാനും. ഇതാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ രോഗിക്ക് ശ്വാസമുണ്ട്, പൾസ് ഉണ്ട് എന്നും വെച്ചിട്ട് നമ്മൾ പേഷ്യൻ്റ് അൺഅറ്റൻഡഡ് ആയിട്ട് പോകരുത്. എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും രോഗിയെ വന്ന് നോക്കണം ഇത് തന്നെയാണോ അവസ്ഥ എന്ന്. മീൻ ടൈം നമ്മൾ അതേസമയം പോയി ഹെൽപ്പിന് വിളിക്കണം. ചിലപ്പോൾ രോഗി കുഴഞ്ഞു വീണത് ഹൈപ്പോടെൻഷൻ കാരണമാവാം. അങ്ങനെയാണെങ്കിൽ കാലുകളാണ് ഉയർത്തേണ്ടത്. ഇല്ല, പക്ഷേ ആ സമയത്ത് പൾസ് ഫീബിളായിരിക്കും. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞിട്ടായിരിക്കാം പെട്ടെന്ന് കുഴഞ്ഞു വീണത്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പല സാഹചര്യങ്ങളും കാരണമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിക്കവറി പൊസിഷനിൽ ഒരു പൾസ് ഉള്ള രോഗി വിത്ത് കറക്റ്റായിട്ട് ശ്വാസം വലിക്കുന്ന ഒരു രോഗിയെ നമ്മൾ തിരിച്ചിടുന്നത്. വേറൊരു സിറ്റുവേഷൻ വരികയാണ്, പൾസും കിട്ടുന്നില്ല, രോഗിക്ക് ശ്വാസവും കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതാണ് ചെസ്റ്റ് കംപ്രഷൻസ് തുടങ്ങേണ്ടി വരും. ഏറ്റവും കൂടുതൽ നമുക്ക് റീസൺ ഫോർ ഒരു പേഷ്യൻറ്റിൻ്റെ ഹൃദയം നിന്ന് പോകുന്നതെന്ന് പറയുന്നത് പല കാർഡിയക് അറസ്റ്റ് എന്ന് പറയും. അതായത് ഹാർട്ട് നിന്നുപോയി, ഹാർട്ട് അറസ്റ്റിലായിരിക്കുകയാണ്. അതായത് ഹാർട്ട് രക്തം മുന്നോട്ട് നമ്മുടെ ശരീരത്തിലോട്ട് പമ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തലച്ചോറിലോട്ട് പമ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആൾ കുഴഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഈ സമയത്ത്? രോഗി ഒരു വളരെ ഇപ്പം സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് കിടക്കുന്നെങ്കിൽ നമ്മളൊരു ഹാർഡ് പ്ലാങ്ക് ഒരു ഹാർഡായിട്ടുള്ള സ്ഥലത്ത്, തറയാണെങ്കിൽ മതി, തറയിലോട്ട് കിടത്തുക. നമുക്ക് മെത്തയിൽ ചെയ്യാൻ, നമുക്ക് CPR ചെയ്യാൻ അത്ര ഇഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഈ CPR എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ തന്നെ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് അർത്ഥം. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടും, പൾമണറി എന്ന് പറഞ്ഞാൽ ശ്വാസമാണ്. അതിനെ റിസസിറ്റേറ്റ് ചെയ്യുക, അതായത് വീണ്ടും തുടങ്ങുക, അല്ലെങ്കിൽ അതിനുള്ള തുടങ്ങാനുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നാണ് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇവിടെ ഒരു രോഗിക്ക് പൾസ് ഇല്ല എന്നർത്ഥമുണ്ടെങ്കിൽ ആ രോഗിയുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല രക്തം ആഡക്വേറ്റ്ലി മുന്നോട്ട്, ഒട്ടുമേ പമ്പ് ചെയ്യുന്നില്ല, അത് നിലച്ചിരിക്കുകയാണെന്ന് അർത്ഥം. അപ്പം ഒരു മനുഷ്യന് മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ അത് 3 മിനിറ്റ് തലച്ചോറിലോട്ട് രക്തം പോയില്ല എന്നുണ്ടെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. മാത്രമല്ല അതേ തലച്ചോറ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് നമുക്ക് കിഡ്നി, ലിവർ എന്നീ ബാക്കിയുള്ള ഓർഗൻസ്. അപ്പോൾ ഇതിലോട്ടുള്ള രക്ത ഓട്ടം നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ CPR എന്ന പ്രക്രിയ തുടങ്ങണം. എന്നാലേ മുന്നോട്ടുള്ള രക്ത ഓട്ടം നീങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാം പേഷ്യൻറ്റിന് പൾസ് ഇല്ല എന്നുള്ളത്. നമ്മൾ 10 സെക്കൻഡ് കൊണ്ടാണ് പൾസ് ഇല്ല എന്നും റെസ്പിറേഷൻ ഇല്ല എന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ചുറ്റുമുള്ളവരോട് പറയണം AED എന്ന് പറഞ്ഞ സാധനം അടുത്തുണ്ടെങ്കിൽ. മാത്രമല്ല നിങ്ങൾ AEDയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ AED ആസ് ഏർലി ആസ് പോസിബിൾ, ഈ പബ്ലിക് സ്ഥലങ്ങളിൽ നമുക്ക് AED അവൈലബിൾ ആണ്. ഷോക്ക് കൊടുക്കുന്ന ഡിവൈസാണ് AED എന്ന് പറയുന്നത്. അത് കൊണ്ടുവരാനും പറയണം. 108 ആസ് ഏർലി ആസ് പോസിബിൾ ആംബുലൻസിനെ വിളിക്കാനും പറയണം. അപ്പം നമ്മൾ CPR തുടങ്ങുന്നതിന് മുമ്പെയാണ് ഇത് ചെയ്യേണ്ടത്. CPR ഇപ്പം നിങ്ങൾ തന്നെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ 108 നിങ്ങളുടെ ഫോണിൽ വിളിച്ച് അത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് നിങ്ങൾ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. നമുക്ക് സമയം കളയാനേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് തുടങ്ങണമെന്നുള്ളത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചു അല്ലെങ്കിൽ ഒരാളെ വിട്ടു. നമുക്ക് ഈ AED എന്ന് പറയുന്ന സാധനം എവിടെയൊക്കെ കാണും? ബസ് സ്റ്റാൻഡുകളിൽ കാണും, മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ കാണും, ചിലപ്പോൾ എയർപോർട്ടുകളിൽ ഏതായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ AED കൊണ്ടുവരാനും 108 വിളിച്ച് അറിയിക്കാനും പറയണം. മാത്രമല്ല വേറെ ആരെങ്കിലും ഇവിടെ പരിശീലനം CPRന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിൽ വോളണ്ടിയർ ചെയ്യാവുന്നതാണ്. ബിക്കോസ് നമ്മൾ ഒരാളെ കൊണ്ട് CPR കൊടുപ്പിക്കുന്ന മാക്സിമം 2 മിനിറ്റാണ് ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ഇഫക്റ്റീവായിട്ട് CPR കൊടുക്കാൻ പറ്റുന്നത്. അപ്പം CPRൽ ഞാൻ പറഞ്ഞു രക്ത ഓട്ടം ഇല്ല ഹൃദയത്തിൽ നിന്നും. അപ്പോൾ നമ്മൾ രക്തം ഹൃദയത്തിൽ നിന്നും നമ്മളുടെ കൈകൾ കൊണ്ട് ആളുടെ നെഞ്ചത്ത് അമക്കി മുന്നോട്ട് വിടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിനകത്ത് 2 കോമ്പണൻസ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അത് ഹാർട്ട് ഞെക്കുകയും ചെയ്യും, നമ്മൾ ഓക്സിജൻ കൊടുക്കുകയും ചെയ്യും കൃത്രിമ ശ്വാസം വഴി. അത് മൗത്ത് ടു മൗത്തും മൗത്ത് ടു നോസും ഒക്കെ ആയിട്ടുള്ള റെസ്പിറേറ്ററി മെത്തേഡ്സ് വെച്ചായിരുന്നു നമ്മൾ പണ്ട് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ഇൻഫെക്ഷസ് ഡിസീസസ് പകരുന്നതുകൊണ്ട് തന്നെ ഈ മൗത്ത് ടു മൗത്തും മൗത്ത് ടു നോസും കൊടുക്കാൻ ആളുകൾക്ക് വിസമ്മതമായതുകൊണ്ട് തന്നെയാണ് കുറേ നാൾ അവർ ഡേറ്റ എടുത്ത് നോക്കിയപ്പോൾ ആരും മുന്നോട്ട് വരുന്നില്ല CPR കൊടുക്കാൻ. മുന്നോട്ട് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോഴും ഒരു കാർഡിയക് അറസ്റ്റ് വരുമ്പോഴും ഇത് കൊടുക്കാനായിട്ട് മുന്നോട്ട് ആരും വോളണ്ടറി ചെയ്ത് വരുന്നില്ല. അവർക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടി കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പം കംപ്രഷൻ ഉള്ളി CPR ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ട്രെയിനിങ് ഇല്ല എങ്കിൽ തന്നെ അതുകൊണ്ട് ഇല്ല എങ്കിൽ ഒരിക്കലും മൗത്ത് ടു മൗത്തോ മൗത്ത് ടു നോസോ കൊടുക്കാൻ നിൽക്കരുത്. കറക്റ്റായിട്ട് ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. അപ്പോൾ കംപ്രഷൻ ഉള്ളി CPRലെങ്കിലും ചെയ്തിരിക്കണം. അത് തന്നെ വളരെ ഇഫക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കംപ്രഷൻ ഉള്ളി CPRൻ്റെ കോമ്പണൻസ് പറഞ്ഞു തരാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രോഗിയെ നല്ല ഫേം ആയിട്ടുള്ളൊരു സർഫസിലാണ് കിടത്തിയിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ്, നമുക്ക് എവിടെയാണ് നമ്മുടെ കൈകൾ വെക്കേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. പൊസിഷൻ ഓഫ് യുവർ ഹാൻഡ് എവിടെയാണ് വെക്കേണ്ടതെന്ന്. അത് സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ നെഞ്ചിൻ്റെ കൂടെന്ന് പറയുന്നത് റിബ്സും സ്റ്റേണം എന്ന് പറഞ്ഞ നടുക്കൊരു ബോണുമാണ് ഉള്ളത്. 2 സൈഡിലുമാണ് ഈ 12 വാരിയലാണ് അപ്പുറവും ഇപ്പുറവും 24 വാരിയല്. 12 ഒരു സൈഡിൽ, അങ്ങനെ 24 വാരിയല് ഈ ഒരു സ്റ്റേണം എന്ന് പറഞ്ഞൊരു ബോണിൽ അറ്റാച്ച്ഡ് ആണ് അതിലെ മിക്ക വാരിയലും. അപ്പോൾ വാരിയലിൻ്റെ പുറത്തല്ല നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇടത്ത് വശത്താണ് ഹൃദയം ഇരിക്കുന്നത് എന്നും വെച്ച് ചെസ്റ്റിൻ്റെ ഇടത്ത് വശത്തല്ല CPR കൊടുക്കണ്ടേ. ചെസ്റ്റിൻ്റെ നടുക്ക് വെച്ചാണ് നമ്മൾ CPR അതായത് കംപ്രഷൻസ് കൊടുക്കുന്നത്. അപ്പം നടുക്കെന്ന് പറയുമ്പോൾ സ്റ്റേണം എന്ന് പറയുന്ന സിംഗിൾ ബോണിൻ്റെ മേളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഒരു ഫേം സർഫസും മേളിൽ അടുത്ത ഫേം സർഫസും ഉണ്ട്. ഈ 2 ഫേം സർഫസിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഹാർട്ട് പുറത്തോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. നമ്മൾ മെക്കാനിക്കലി ആ ഹാർട്ടിനെ പമ്പ് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്, രക്തം പുറത്തോട്ട് വിടാനാണ് നോക്കുന്നത്. അപ്പം നമുക്ക് നോർമലി നമ്മുടെ ഒരു ഹൃദയം അടിക്കുന്നത് 80 തൊട്ട് 90 വരെയാണ് ഒരു മിനിറ്റിൽ അടിക്കുന്നത്. പക്ഷേ ആസ് പെർ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗൈഡ്ലൈൻസ്. നമുക്കൊപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നിസാറാണ്, ചോദിച്ചോളൂ. കേൾക്കാൻ വയ്യ. നിസാർ ചോദിച്ചോളൂ. സാറേ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് നിസാറാണ്. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഈ ഒരു കഴിഞ്ഞ കൊല്ലം ഒരു 8-ാം മാസമായപ്പോഴേ എനിക്ക് നെഞ്ചിന് ഒരു ഇടിപ്പ് വന്നു. അത് ഇടിപ്പ് വന്ന് 235 ഇടിപ്പ് വന്നത്. അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് എന്നെ പെട്ടെന്ന് വണ്ടാനത്തോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ വണ്ടാനത്തോട്ട് ഞാൻ പോയപ്പോൾ അവിടെ എന്നെ ICUവിൽ കൊണ്ട് കിടത്തി. അങ്ങനെ ICU കിടത്തിയിട്ട് അവിടുന്ന് പിന്നെ എനിക്ക് അവിടെ വെച്ച് എക്കോ ഒക്കെ എടുത്ത് അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും നിലവില് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വേറെ ചെക്കപ്പ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അത് എന്ത് കാരണമെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. വണ്ടാനത്ത് പോയി കാണിച്ചതാണല്ലോ, കാർഡിയോളജിക്കാർ കണ്ടു, എക്കോ എടുത്തല്ലോ. അപ്പൊ ചിലർക്ക് കാരണങ്ങൾ പലതാണ്. നമുക്ക് പെട്ടെന്ന് ഇതിന് പറയുന്ന അരിത്മിയ എന്നാണ്. ഹൃദയതുടിപ്പ് കൂടുന്നത് ഒരു അരിത്മിയ കാരണമാണ്. അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി, അതുകൊണ്ടാണ് മനസ്സിലായത്. ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാവാതെ തന്നെ ചിലപ്പം അരിത്മിയ വന്നെന്നിരിക്കാം. അപ്പം ഇങ്ങനെ അരിത്മിയയ്ക്ക് പല കാരണങ്ങൾ കാണും. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാണും, പല കാരണങ്ങൾ കാണും. ചിലപ്പം വേറെ കുറേ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെ പല റീസൺസ് കാണും. ഓരോരുത്തർക്കും ഓരോ പ്രായത്തിലും ചിലപ്പോൾ എന്തൊക്കെയാണ് മരുന്നുകൾ വേറെ എടുക്കുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ കാരണം, ഈ അരിത്മിയയുടെ കാരണം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും അവിടെ വണ്ടാനത്ത് ചെന്നപ്പോൾ. എന്നാൽ ഇനി അടുത്ത ഇപ്പം മരുന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ, മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഏതായാലും ഹാർട്ട് റേറ്റ് കറക്റ്റായിട്ട് അതിനെ കറക്റ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയും ഇങ്ങനൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, വണ്ടാനത്ത് തന്നെ ചെല്ലുക. ചിലപ്പോൾ ഹോൾട്ടറോ വല്ലതും അവർ വെച്ച് ഹോൾട്ടർ സ്റ്റഡിയോ വല്ലതും ചെയ്യും, ഇത് ഫേർദറായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഒരു വിഷമിക്കുകയേ വേണ്ട. പക്ഷേ അസ്വസ്ഥത വരുമ്പോൾ
ഉടൻ തന്നെ ആശുപത്രിയിൽ പോവുക. 225 എന്ന് പറയുന്ന ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ തന്നെയാണ്. ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങനെ വരുവാണെങ്കിൽ വീണ്ടും വണ്ടാനത്ത് തന്നെ പോവുക. അവർ അടുത്ത കാര്യം ചെയ്യും, മരുന്ന് വെച്ച് അവർ കൺട്രോൾ ചെയ്യാൻ നോക്കും. അല്ല അത് കൺട്രോൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വീണ്ടും അവിടെ അസ്വസ്ഥത തോന്നുവാണെങ്കിൽ വീണ്ടും വണ്ടാനത്ത് തന്നെ ചെന്ന് അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ കാണിക്കുക. ഡോക്ടർ, അതുപോലെ എങ്ങനെയാണ് ഈ CPR ചെയ്യേണ്ടത്? ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, എവിടെയാണ് ഇത് ഞെക്കേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ് ഞാൻ പറഞ്ഞു, വാരിയലിൽ 2 സൈഡിലും ഉണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ നടുക്ക് ഒറ്റ ഒരു ബോൺ, സ്റ്റേണം എന്ന് പറഞ്ഞൊരു ബോണുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് വേണം നമ്മുടെ കൈകൾ വെക്കാൻ. കൈ എങ്ങനെ വെക്കുന്നു എന്നുള്ളത്, നമ്മൾ ഒരു കൈ മുന്നോട്ട് വെച്ച് അതിൻ്റെ മുകളിലോട്ട് മറ്റേ കൈ വെച്ച് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യണം. നമ്മുടെ വിരലുകൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യണം. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 കൈകളും ഒറ്റ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഒറ്റ ഒരു പിസ്റ്റൺ പോലെ, നമ്മൾ പിസ്റ്റൺ പോലെയാണ് ഞെക്കുന്നത്. അപ്പോൾ ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2 കൈകളും നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കൈ ഏതാണ് നമ്മളിവിടെ തൊടുന്നത്, അതായത് നെഞ്ചത്ത് തൊടുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗമാണ് നമ്മളുടെ കൈയുടെ പാമിൻ്റെ ഈ ഭാഗമാണ് നെഞ്ചത്ത് തൊടേണ്ടത്. ബാക്കി നമ്മൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സ്റ്റേണത്തിൻ്റെ മേളിൽ വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോയിൽ കാണാം, നമ്മൾ മുട്ട് മടക്കാതെ, അതായത് കൈമുട്ട് മടക്കാതെ വേണം കംപ്രഷൻ ചെയ്യാൻ. എന്താ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്? കൈമുട്ട് മടക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വെച്ച് നമുക്ക് ചെസ്റ്റ് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. നേരെ ഒരു പിസ്റ്റൺ പോലെ അത് വർക്ക് ചെയ്യണം. കാണാമല്ലോ വീഡിയോയിൽ, അത് കാണാം. കൈമുട്ട് മടക്കാതെ 2 കൈകളും ഒരുമിച്ച് താഴോട്ട് അമർത്തണം. അപ്പോൾ എത്ര വെച്ച് അമർത്തണം? 100 തൊട്ട് 120 തവണ അമർത്തണം. 1 മിനിറ്റിൽ 100 തൊട്ട് 120 തവണ വെച്ച് CPR ചെസ്റ്റ് അമർത്തണം. എത്ര ദൂരം അമർത്തണം, അതായത് എത്ര ഡെപ്തിലാണ് നമ്മൾ ഈ ചെസ്റ്റ് അമർത്തേണ്ടത് എന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ എങ്കിലും അഡൽട്ടിൽ, അതായത് ഒരു അഡൽട്ട് ആണായാലും പെണ്ണായാലും 5 സെൻറ്റിമീറ്റർ എങ്കിലും താഴോട്ട് അമർത്തണം. എന്നാലേ അത് ഇഫക്റ്റീവായിട്ട് രക്തം മുന്നോട്ട് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമർത്തിയിട്ട് നമ്മുടെ ഈ നെഞ്ചും കൂടെന്ന് പറയുന്ന ഒരു എലാസ്റ്റിക് നെഞ്ചും കൂടുകയാണ്. അപ്പം നമ്മൾ അമർത്തി കഴിഞ്ഞാൽ, ഒന്ന് പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇലാസ്റ്റിസിറ്റി കാരണം ഇത് തിരിച്ച് പരിപൂർണമായി പഴയ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അമർത്തുന്ന സമയം തന്നെ ആയിരിക്കണം ഇത് വിടരാനും സമയം കൊടുക്കേണ്ടത്. അതായത് അമർത്തി പകുതി റിലീസ് ചെയ്തതിന് ശേഷം അടുത്ത് അമർത്താൻ പാടില്ല. നമ്മൾ കൈ ഒരു കാരണവശാലും നെഞ്ചത്തൂന്ന് എടുക്കാൻ പാടില്ല. നമ്മൾ പതുക്കെ പ്രഷർ മാറുമ്പം ഈ നെഞ്ച് തന്നെ അതിൻ്റെ പഴയ സ്ഥലത്തേക്ക് എത്തിക്കോളും. ഇത് അങ്ങനെ വരുമ്പോഴാണ് രക്തം ഹൃദയത്തിൽ നിറയുന്നത്. അടുത്ത ഒരു കംപ്രഷൻ ചെയ്യുമ്പോൾ, അടുത്ത അമർത്തൽ ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയം കാലിയായിട്ടിരിക്കാൻ പാടില്ല. ഹൃദയത്തിൽ രക്തം ഉണ്ടെങ്കിലേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഹൃദയം നിറയുന്നത് ഇത് റിലാക്സ് ചെയ്യുമ്പോഴാണ്. അപ്പം കംപ്രഷൻ ടു റിലാക്സേഷൻ റേഷ്യോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് 1:1 എന്ന, അതായത് കംപ്രസ് ചെയ്യുന്ന സമയം അതേ സമയം തന്നെയാണ് റിലാക്സ് ചെയ്യാനും കൊടുക്കേണ്ടത്. അപ്പം 120 തവണ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ 120 തവണ അത് റിലാക്സേഷനും സമയം കൊടുക്കണം. എന്നും വെച്ച് നമ്മുടെ കൈ ഒരു കാരണവശാലും നെഞ്ചത്തൂന്ന് എടുക്കാൻ പാടില്ല. സമയം അവിടെ പോവുകയാണ്. നെഞ്ചത്ത് എപ്പോഴും നമ്മുടെ കൈ കാണണം. പക്ഷേ നമ്മളുടെ പ്രഷർ ഒന്ന് റിലീസ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് തന്നെ എക്സ്പാൻഡ് ചെയ്തോളും. അപ്പോൾ ഓർക്കേണ്ടത്, നമ്മൾ ഹൈ ക്വാളിറ്റി CPR എന്നാണ് ഇതിന് പറയുന്നത്. അതിന് പറഞ്ഞാൽ പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ്. പുഷ് ഹാർഡ് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ എങ്കിലും താഴോട്ട് ഞെക്കിയിരിക്കണം, അതാണ് പുഷ് ഹാർഡ്. പുഷ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 തൊട്ട് 120 തവണ 1 മിനിറ്റിലെങ്കിലും ഞെക്കിയിരിക്കണം, അതാണ് പുഷ് ഹാർഡ് ആൻഡ് പുഷ് ഫാസ്റ്റ്. ഇങ്ങനെ പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ് ചെയ്യുന്ന ഒരാൾ കൊടുക്കുന്ന CPRനാണ് പറയുന്നത് ഹൈ ക്വാളിറ്റി CPR. നമുക്ക് കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരാൾ റെഡിയായിട്ട് നിൽക്കണം, നെഞ്ചിൻ്റെ മോളിൽ കൈ വെച്ചോണ്ട്. അപ്പം ഈ ആൾ മാറുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആൾ തന്നെ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തോണം. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തോണം. നമുക്ക് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നവരെ അത് കണ്ടിന്യൂ ചെയ്യാം.
പൾസ് നോക്കി സമയം കളയല്ല. ഒരു കാരണവശാലും ഇതിലൊരു ഇൻട്രപ്ഷനും പാടില്ല. പേഷ്യൻ്റ് ബോധം വരികയോ അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ നമ്മൾ നിർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആംബുലൻസ് വിളിച്ചവർ വരിക, അല്ലെങ്കിൽ AED, ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ അവൈലബിൾ ആണെങ്കിൽ AED വന്ന് ഷോക്ക് കൊടുക്കാൻ പോവുക. ആ സമയത്തൊക്കെ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നിർത്താൻ പാടുള്ളൂ. ബിക്കോസ് ചെസ്റ്റ് കംപ്രഷൻ നിർത്തിയാൽ ആ സമയത്ത് തന്നെ തലച്ചോറിനോടുള്ള രക്തഓട്ടം നിൽക്കും. രക്തഓട്ടം നിന്ന് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഇത് ഹൈപ്പോക്സിയ വരും. ഓക്സിജൻ കിട്ടാതെ തലച്ചോറ് ക്ഷതം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുമ്പോൾ ഇൻ്ററപ്ഷൻസ് കുറയ്ക്കണം. ഒരാൾ CPR കൊടുക്കുമ്പോൾ അടുത്ത ആൾ വില്ലിംഗ് ആയിട്ട് വരണം മുന്നോട്ട്. നമുക്ക് ആൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും റെസ്ക്യൂവർ എന്നതിന് പറയുന്നത്. ഈ CPR കൊടുക്കുന്ന ആളുടെ പേരാണ് റെസ്ക്യൂവർ. അപ്പോൾ ആ റെസ്ക്യൂവറിനെ 2 മിനിറ്റ് കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരാൾ ഒരു സൈഡിൽ നിന്നാണ് വരുന്നെങ്കിൽ മറ്റേ ആൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ടേക്ക് ഓവർ ചെയ്തോണം. പൾസ് നോക്കുന്ന നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പൾസ് ഡീഫിബ്രിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പൾസ് നോക്കുന്നത് എല്ലാത്തിനും എത്ര ഇൻറ്ററപ്ഷൻ വന്നാലും 10 സെക്കൻഡ് കൂടുതൽ അവിടെ ഇൻറ്ററപ്ഷൻ വരാൻ പാടില്ല. ഞാൻ ഒരു ചെറിയൊരു നോട്ട് AEDയെ പറ്റി പറയാം. AED എല്ലാവർക്കും BLS ട്രെയിനിങ് കിട്ടിയവർക്ക് കണ്ടിട്ടുണ്ടാവും. AED ചിലർ കണ്ടിട്ടുണ്ടാവും. AED എന്ന് പറയുന്നത് നമ്മൾ ഷോക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് AED ഡോക്ടർമാർക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ ക്വാളിഫൈഡ് ഉള്ളവർ, ഈ BLS ട്രെയിനിങ് കിട്ടിയ എല്ലാവരും കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും AED ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ബട്ടണുകൾ 3 ബട്ടണുകളുണ്ട്. അത് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് സംസാരിക്കുന്ന ഒരാളുണ്ട് റെക്കോർഡ് ചെയ്തത്. ആൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ 2 പാഡിൽസ് ഉണ്ട്. അത് ഒട്ടിക്കേണ്ട സ്ഥലം ഓരോ പാഡിലിൻ്റെ മേളിൽ അതിൻ്റെ സ്ഥലമുണ്ട് എവിടെ ഒട്ടിക്കണമെന്നുള്ളത് പടമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഒട്ടിച്ച് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ഷോക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഡോക്ടർ, അതുപോലെ ഈ കുഴഞ്ഞു വീണ ആൾക്ക് ആദ്യം നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്താണ്? പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്, ആദ്യം കുഴഞ്ഞു വീഴാൻ പല റീസൺസ് കാണും. ചിലപ്പം BP കുറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഷുഗർ വീണിട്ടായിരിക്കാം. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ആളെ ആദ്യം സേഫായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് കൊണ്ടുവരിക. BP വീണിട്ടാണെങ്കിൽ ആദ്യം കാലുകൾ 2 നമ്മൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലിലെ രക്തം മുകളിലോട്ട് ആളെ നേരെ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു സർഫസിൽ കിടത്തിയിട്ട് കാല് 2ഉം ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പേഷ്യൻറ്റ് എണീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. ആൾ റെസ്പോൺസീവ് ആണോ ഇല്ലയോ എന്ന് നോക്കുക. നമ്മൾ തോളിൽ 2ഉം തട്ടി നല്ല ദൃഢമായിട്ട് തട്ടിയിട്ട് പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പോൾ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റിക്കവറി പൊസിഷനിലോട്ട് കിടത്തണം. എന്നിട്ട് നമ്മൾ ആംബുലൻസോ അടുത്തുള്ള ഹെൽപ്പിന് വേണ്ടി വിളിക്കുക വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ, റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൾസ് നോക്കി പൾസ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്രിയകളെല്ലാം ചെയ്യണം. എന്നിട്ട് CPR ആസ് ഏർലി ആസ് പോസിബിൾ തുടങ്ങണം. പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ എങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുക? CPR ഇപ്പോൾ കാർഡിയക് അറസ്റ്റാണ്. ഞാൻ ഒരു റീസൺ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നമ്മൾ കണ്ടിട്ടുള്ള പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അത് ചിലപ്പോൾ ഹൃദയാഘാതം കാരണമായിരിക്കാം. ചിലർ അപൂർവമായിട്ട്, മോസ്റ്റ് ഓഫ് ദ ടൈം കുഴഞ്ഞു വീഴ്ച ഹൃദയാഘാതം കൊണ്ടാണ്. ചിലപ്പോൾ തലച്ചോറിലൊരു രക്തം പൊട്ടി ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ആകാം, അന്യൂറിസം ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് വെസൽ പൊട്ടിയിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതൊന്നും തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ എത്രത്തോളം ഇതിനെ നമുക്ക് നേരത്തെ തന്നെ തുടങ്ങേണ്ടി വരും. ഇപ്പോൾ പുകവലി നിർത്തുക, മദ്യപാനം കുറയ്ക്കുക, അതൊക്കെ അങ്ങനെ പല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. മരുന്ന് എടുക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് മുടങ്ങാതെ കഴിക്കുക, കറക്റ്റായിട്ടുള്ള അഡ്വൈസസ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ളതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ കുഴഞ്ഞു വീഴുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം കുഴഞ്ഞു വീഴുന്നവരെന്ന് പറയുന്നത് ഹൃദയാഘാതം കൊണ്ട് തന്നെ ആകാം കുഴഞ്ഞു വീഴുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു ഒരു ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ CPR ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20% തൊട്ട് 20% വരെ നമുക്ക് രോഗിയെ രക്ഷിക്കാൻ കഴിയും. ആശുപത്രിക്ക് നമ്മൾ ഷോക്ക് കൊടുക്കുകയാണ്, ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ 50 തൊട്ട് 70% വരെ നമുക്ക് രോഗിയെ രക്ഷിക്കാൻ കഴിയും. CPRനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മറിയം ജേക്കബാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.